ഷർഫ് എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? ആ സുഖാണേ. പുതിയ മോഡലുകൾ ഒരുപാട് വന്നിട്ടുണ്ടോ? ഇപ്പൊ കുറച്ച് മോഡലുകളൊക്കെ വന്നിട്ടുണ്ട്. ഏതാ നമുക്ക് സ്റ്റാർട്ടിങ് മോഡൽ ഏതാ വരുന്നത്? സ്റ്റാർട്ടിങ് നമുക്ക് കനോന്റെ 550 എന്നാണ്. 550 ഒന്ന് കാണിക്കൂ. ഓക്കെ, എന്താ റേറ്റ് വരുന്നത്? ഇതൊക്കെ ഒരു 12-11 ആ റേഞ്ചിലാണ്. ഇതിപ്പോ 11 ഇതിന് 11 അല്ലേ? ഇതിന് എത്ര പീസ് ഉണ്ട്? ഇതിന് ഇങ്ങനത്തെ 2 പീസ് ഉണ്ട്. 11ന്റെ ഉണ്ട് 12ന്റെ ഉണ്ട്. അതിന്റെ അടുത്ത മോഡൽ ആണെങ്കിൽ അതിനായിട്ട് ഒന്നുകൂടി കണ്ടീഷൻ ഉള്ള സാധനമാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. രണ്ടെണ്ണത്തിനും ഡിസ്പ്ലേ ഷാഡോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. ഒന്ന് 11 ഒന്ന് 12 അല്ലേ? 12. അതിന്റെ കൂടെ 1856 ലെൻസ് അല്ലേ? 85 അല്ലേ? പിന്നെ അതിന്റെയും വില കുറഞ്ഞതുണ്ട്. ഈ പവർ ഷൂട്ട് എന്ന് പറഞ്ഞ മോഡൽ ഉണ്ടല്ലോ, ചെറിയ അങ്ങനത്തെ മോഡൽ ഉണ്ട്. സോണി ഉണ്ടാണ്ട്. ഇതിപ്പോ സോണിയാണ്. സോണി HS മോഡലാണ്. ആ ഒരു സീരീസ് വരുന്നതാണ്. ഇതൊക്കെ ഒരു 5000-6000 ആ റേഞ്ച്. ഇത് സോണിയിൽ വരുന്നതാ? ഇത് സോണിന്റെ മിറർലെസ് ആണ്. 6300. അത്യാവശ്യം നല്ല മോഡലാണല്ലോ അല്ലേ? 4K വരുന്നതാണ് മിറർലെസ്. ഇതിനെന്താ റേറ്റ് വരുന്നത്? ഇതിനൊരു 38000 ആ റേഞ്ച്. ഇതിലേതാ ലെൻസ് ഒക്കെ വരുന്നത്? ലെൻസ് 16-50 ആണല്ലേ? സിംഗിൾ ലെൻസ് മാത്രമല്ലേ ഉള്ളൂ? സിംഗിൾ ലെൻസ് ആണ്. അടുത്ത മോഡലോ? പിന്നെ ഇത് വരുന്നുണ്ട് ഇവിടെ 1300. അത് പുറത്തിറങ്ങിയ മോഡലാണ്. റിബൺ മോഡല് പുറത്തിറങ്ങിയാണ്. കനോണ്ട് വൈഫൈ വരുന്ന മോഡലാണ്. അതെന്താ റേറ്റ് വരുന്നത്? അതൊക്കെ ഒരു 14000 ആ റേഞ്ച്. 14000 രൂപ അല്ലേ? പിന്നെ ഇത് 8 ഉണ്ടല്ലോ അല്ലേ? 800 810 ആണ് ഇത്. പിന്നെ ഇതിന്റെ 800 ഉണ്ട്. ഇത് ഫുൾ ഫ്രെയിം ആണ്. നിക്കോന്റെ അത്യാവശ്യം കണ്ടീഷൻ കൂടിയാണ്. ഇത് സ്റ്റുഡിയോക്കാർ യൂസ് ചെയ്തതാണോ? ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ യൂസ് ചെയ്ത് തന്നെയാണ്. ഇതിനെന്താ റേറ്റ് വരുന്നത്? ഇതിനൊക്കെ ഒരു 48 ആ റേഞ്ചിലാണ് ബോഡി വരുന്നത്. ബോഡി മാത്രമാണ് അല്ലേ? ബോഡി മാത്രം. ലെൻസ് കിറ്റ് ലെൻസ് ഇല്ലല്ലോ ഇതിന്റെ കൂടെ? ലെൻസ് 50mm ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. 50mm ഒക്കെ ഉണ്ട്. ഇത് ഇപ്പൊ ബോഡി മാത്രമേ ഉള്ളൂ അല്ലേ? ബോഡി മാത്രം. 24-105 ഒന്നും ഇല്ല. ഇല്ല. ഓക്കെ. ഇതോ 6D അല്ലേ? ഇത് ആൾറെഡി 60. ഇത് കനോന്റെ ഫുൾ ഫ്രെയിം ആണ്. ഇതൊക്കെ ഒരു 25000 ആ റേഞ്ചിലാണ്. ഇത് 25000 പീസാണ്. അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. വൃത്തിയുള്ള പീസാണ്. 25 വരുന്നുണ്ട് അല്ലേ? 25. അടുത്ത മോഡല് RS10 അല്ലേ? സോണിയുടെ RS10 ഫസ്റ്റ് ആണോ? ഫസ്റ്റ് മോഡലാണ്. ഇതിനൊക്കെ ഒരു 16000 ആ റേഞ്ച്. അത്യാവശ്യം നല്ലൊരു മോഡലാണ് ഈ ക്യാമറ. അത്യാവശ്യം പ്രൊഫഷണൽസ് യൂസ് ചെയ്തൊരു ക്യാമറയായിരിക്കും. ലൈവ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡൽ കൂടിയാണ്. ലൈവ് മൈക്കൊക്കെ കൊടുക്കാം. പലരും ലൈവിന് ചോദിച്ചു തരാറുണ്ട്. ഈ ക്യാമറ അല്ലേ? എത്രയാ? 15 ഉറുപ്പ്യ ഉള്ളൂ അല്ലേ? ഇതിന്റെ സിംഗിൾ ബാറ്ററി തന്നെയാണ് കിട്ടുന്നുള്ളൂ അല്ലേ? സിംഗിൾ ബാറ്ററി കുറവുള്ള ഒരു പ്രശ്നമാണ് ഈ ക്യാമറക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ബാറ്ററി നമുക്ക് ഒപ്പിച്ചു കൊടുക്കാൻ പറ്റും. സെക്കൻഡ് ഹാൻഡ് കിട്ടും. പുതിയത് കിട്ടും. പുതിയത് എന്ത് വില ഉണ്ട്? പുതിയതൊക്കെ 1800 ആ റേഞ്ചിൽ. എന്തായാലും അടിപൊളി ക്യാമറയാണ് സോണിയുടെ RX10 എന്ന് പറഞ്ഞൊരു ക്യാമറ. അത്യാവശ്യം നല്ല പ്രൊഫഷണൽസ് ഒക്കെ യൂസ് ചെയ്തെടുത്ത ക്യാമറ ആയിരുന്നു ഒന്ന്. പിന്നെ മിറർലെസ് മറ്റേ ബ്രിഡ്ജ് ക്യാമറയാണ് അല്ലേ? നമുക്കിത് ലെൻസ് ഊരി മാറ്റാൻ പറ്റാത്ത ഒപ്റ്റിക്കൽ സൂം എത്ര വരുന്നുണ്ട്? 450 അല്ലേ? റേഞ്ചിൽ വരും. അത്യാവശ്യം നല്ല സൂമിങ്ങും അത്യാവശ്യം വൈഡിലും എടുക്കാൻ പറ്റുന്ന ഒരു മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തരം മോഡൽ. ഏകദേശം ഒരു 19,000 രൂപ വില വരുന്ന ക്യാമറ ആയിരുന്നു ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത്. ഇപ്പൊ കുറെ യൂസ് ചെയ്ത ക്യാമറയാണല്ലോ ഇത്. യൂസ് ചെയ്ത ക്യാമറയാണ്. ഏകദേശം 15,000 രൂപക്ക് നമുക്ക് കിട്ടുന്ന ഒരു സോണിയുടെ ക്യാമറ കേട്ടോ. ഓക്കെ. ഈ ഇതാ സോണിന്റെ മിറർലെസ് ആണ്. സ്റ്റാർട്ടിംഗ് മോഡലാണ്. ഇത് 5100 എന്ന് പറയും. സോണിന്റെ വിഫൈൻഡർ ഇല്ലല്ലേ? വിഫൈൻഡർ ഉണ്ടാവില്ല. മറ്റേ LCD മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ഇത് നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? മുകളിലേക്ക് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യാൻ പറ്റുന്ന മോഡലല്ലേ? പിന്നെ ഇതിന്റെ കൂടെ നമ്മള് ലെൻസ് കൊടുക്കുന്നത് സൂം ലെൻസ് ആണ്. 50x210 ലെൻസ് ആണ് കൊടുക്കുന്നത്. 50x210 ലെൻസ് അടക്കം എത്ര വരുന്നുണ്ട്? ഇത് ലെൻസ് അടക്കം 26,000. 26 അല്ലേ? ഇതിന്റെ കിറ്റ് ലെൻസ് വേറെ ഉണ്ടോ? കയ്യിലുണ്ടോ? വേണമെങ്കിൽ നമുക്ക് ഒപ്പിച്ചു കൊടുക്കാം. ആർക്കെങ്കിലും 1545 വരുന്നുണ്ടല്ലോ ഇതിന്റെ. അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്താ റേറ്റ് വരുന്നത്? ഇത് ഈ ലെൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 26 ആ റേഞ്ച് കൊടുക്കാം. 26-25 ആ റേഞ്ച് കൊടുക്കാം.
അത്യാവശ്യം ചെറുതായിട്ടുള്ള ബേർഡ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റുന്ന ഒരു ലെൻസ് അല്ലെ, ദൂരത്തുള്ള പടങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു ലെൻസാണ് നമ്മുടെ 50 എന്താണ് 52 അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത മോഡൽ ഏതാ? പിന്നെ സോണിന്റെ ഫുൾ ഫ്രെയിം ആണ് 7S ആണല്ലേ. ഓക്കെ 7S. ഇത് നമുക്കൊരു 40 ആ റേഞ്ചിൽ കൊടുക്കാം. 40 അല്ലേ, നല്ല കണ്ടീഷനുള്ള ബോഡിയാണ്. ഓക്കെ. ഇത് നമുക്ക് വീഡിയോക്കാണോ സ്റ്റില്ലിനാണോ കൂടുതൽ പ്രാധാന്യം ഉള്ളത്? ഇത് വീഡിയോക്കാണ് ചോദിച്ചു വരാറുള്ളത് അല്ലേ. അതിൽ മൈക്കും കാര്യങ്ങളൊക്കെ വരുന്ന സംഭവം അല്ലേ, മോഡലാണ്. കുറച്ച് പഴകമുള്ള മോഡലല്ലേ ശരിക്കും? കുറച്ച് മുമ്പറിയാണ്. ഇതിന്റെ 7S2 എന്നൊരു മോഡൽ ഇവിടെ ഇല്ലേ? അതുണ്ട് 7S2. ഇതാണ് 7S2 വരുന്നത് അല്ലേ. ഓക്കെ. ഇതിന്റെ കൂടെ ലെൻസ് ഏതാ വരുന്നത്? ഇതിന്റെ നമുക്കൊരു 24mm ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഇതടക്കം നമുക്കൊരു 55 കൊടുക്കാം. ഇത് സിഗ്മയുടെ ലെൻസ് ആണോ? അല്ല, യോഗ്നോ അല്ല, സാമിയാങ്ങിന്റെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത് 2.8 അപ്പച്ചർ വരുന്ന ലെൻസ് ആണ്. 24mm 24 അല്ലേ. ഓക്കെ. ഗിംബലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നല്ലേ? അതെ. ഓക്കെ. ഇതെങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ക്യാമറ ക്യാമറയാണ്. മാർക്ക് 2 ആണ്. 7S മാർക്ക് 2. എത്ര റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 50 ചെയ്ത് കൊടുക്കാം ലാസ്റ്റ്, ലെൻസ് അടക്കം. 50 കുറച്ചൊക്കെ കുറച്ച് കൊടുക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഭാഗത്തിന് ചെയ്തെടുക്കാം. ആൾക്കാരെ വിളിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അടുത്ത മോഡൽ ഏതാണ്? ഇത് നമുക്ക് ലൈവിനൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചത് മിറർലെസ് ആണ്. ലുമിക്സിന്റെ G85 ആണ്. G85 അല്ലേ. അതെ. ഇതിന്റെ കൂടെ ലെൻസ് ഏതാ വരുന്നത്? ഇതിന്റെ കൂടെ ഇതിന്റെ ഒരു കിറ്റ് ലെൻസ് വരുന്നുണ്ട് 14-42 കിറ്റ് ലെൻസ് ആയിട്ട് കമ്പനി കൊടുക്കുന്ന ലെൻസാണ്. G85 അല്ലേ. പിന്നെ വരുന്നത് 800 ഉണ്ട് നിക്കോന്റെ. ഇത് ബോഡി നമുക്കൊരു 35 കൊടുക്കാം. 35 കൊടുക്കാം അല്ലേ. കുഴപ്പമില്ലാത്ത ബോഡിയാണ്. ഓക്കെ. ഇതിന്റെ അടി ക്യാപ്പ് പോയതാണോ? അങ്ങനെയാണത്? അല്ല, ഇതിന്റെ ഗ്രിപ്പ് ഉണ്ട്. പിന്നെ അതുകൂടെ വെച്ചില്ല. ബാറ്ററി ഗ്രിപ്പ് ഉണ്ട്. അതടക്കാണ് നമ്മള് റേറ്റ്. ബാറ്ററി ഗ്രിപ്പ് ഉള്ളതുകൊണ്ടാണ് ഇത് ഊരി വെച്ചത്. ഓക്കെ ഓക്കെ. അതടക്കാണ് നമ്മുടെ പറഞ്ഞ റേറ്റ് അല്ലേ. 35 വരുന്നത് അല്ലേ. ഓക്കെ. പിന്നെ 5.6 ഉണ്ട് നമ്മളെ ടച്ച് സ്ക്രീൻ ഉണ്ടല്ലോ, ഒരുപാട് ആളുകൾ ചോദിച്ചൊരു മോഡലാണ്. നിക്കോണ്ട ഈ ഫ്ലിപ്പ് ഇതൊക്കെ വരുന്ന ഫ്ലിപ്പ് സ്ക്രീൻ വരുന്നതാണ്. പിന്നെ ടച്ച് വരുന്നതാണ്. അത്യാവശ്യം ഫോട്ടോക്ക് പ്രാധാന്യം കൊടുത്തു വരുന്ന ഒരു മോഡലാണ്. നല്ല മോഡലാണ്. ഇതൊക്കെ നമുക്കൊരു 30 രൂപ റേഞ്ച് കൊടുക്കാം. 30 രൂപ അല്ലേ. വൈഫൈക്ക് മോഡലാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ ഇവിടുന്ന് എടുക്കുന്ന ക്യാമറകളൊക്കെ എങ്ങനെയാ വാറണ്ടി ഇപ്പൊ എങ്ങനെയാ കൊടുക്കുന്നത്? നമ്മള് 1 മാസം ചെക്കിംഗ് വാറണ്ടി കൊടുക്കും. അതിനുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് തിരിച്ചെടുക്കും അല്ലെ? അതായത് മോഡല് നമ്മൾ ആദ്യം വേറെ മോഡൽ വേണമെങ്കിൽ അത് മാറ്റി കൊടുക്കും, അല്ലെങ്കിൽ അതിന്റെ കംപ്ലൈന്റ് പരിഹരിച്ചു കൊടുക്കും. പിന്നെ ഇനി അതല്ല, നമ്മുടെ അടുത്തുനിന്ന് ഒരാള് ക്യാമറ എടുത്ത് പിന്നെ 1 വർഷം യൂസ് ചെയ്തിട്ട് അതിന്റെ പുതിയ മോഡൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് മാറ്റി കൊടുക്കാം. അതിന്റെ പുതിയ മോഡൽ ഏതാ വേണ്ട വെച്ചാൽ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മള്. ഇനി നമുക്ക് ലെൻസുകൾ നോക്കാട്ടോ. നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ ലെൻസ് ഏതൊക്കെയാ വരുന്നത്? സ്റ്റാർട്ടിംഗ് മോഡല് ഒന്ന് കാനോന്റെ കിറ്റ് ലെൻസുകളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും മെയിൻ ആയിട്ട് ചോദിച്ചു തന്നെ ഈ 50mm ആണ്. അതാകുമ്പോ എല്ലാ ക്യാമറക്കും പോവും ചെയ്യും. എല്ലാവർക്കും അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു മോഡലാണ്. ഇവിടെ എത്ര 3-4 ലെൻസ് കാണുന്നുണ്ടല്ലോ? അത് 3-4 മോഡൽ സ്റ്റോക്ക് ഉണ്ട്. ഈ സ്റ്റാർട്ടിംഗ് കാണുന്നതിന് എത്ര റേറ്റ് വരുന്നത്? അത് 5500. 5500 അല്ലേ. ഇത് വാറണ്ടി ഉള്ള പീസ് ആണോ? അല്ല, വാറണ്ടി ഉള്ള. 5000 അല്ല. പിന്നെ 5500, 6000, 6500, 7000 അങ്ങനെ വാറണ്ടി ഉള്ളതില്ലേ? അത് ലാസ്റ്റ് കാണുന്ന ഇത് 7 മാസം ആകെ യൂസ് ചെയ്തിട്ടുള്ളൂ. വെറും 7 മാസം ഉപയോഗിക്കുന്ന ലെൻസ് ആണല്ലേ. ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിന് 10 രൂപ അടുത്ത് വില വരുന്ന ലെൻസ് അല്ലേ? 10ന്റെ അടുത്തുണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് 6500 എത്ര പറഞ്ഞേ? ഇത് 7000 രൂപ. ഇതോ? ഇതൊക്കെ 6500. 6500. 5500 അല്ലേ. ഇത്രയാണ് ഇപ്പൊ 50mm വരുന്നത് അല്ലേ. പിന്നെ ബാക്ക് കാണുന്നത് 2470 അല്ലേ വരുന്നത്? 2470 വരുന്നുണ്ട്. F4 അല്ലേ. ഇത് ഫുൾ ഫ്രെയിം ക്യാമറ ലെൻസ് ആണ്. ഇത് നമ്മൾ 22 നമ്മൾ കൊടുക്കാം. 22 അല്ലേ. ഇത് 24-105 അല്ലേ? 24-105 F4 വരുന്ന ലെൻസ് അല്ലേ. F4. STM ഇതല്ലല്ലോ നമ്മളെ IS2 അല്ല, IS1 ആണ് അല്ലേ. IS2 ഒക്കെ നമുക്കൊരു 35 ആ റേഞ്ചില്. ഇപ്പൊ സ്റ്റോക്ക് ഇല്ലല്ലേ? അത് സ്റ്റോക്ക് ഇല്ല. സാധനം വരലുണ്ട്. ഇപ്പൊ സ്റ്റോക്ക് കഴിഞ്ഞാണ്. നമുക്ക് സാധനം വരാണ്ട്. ആയിക്കോട്ടെ. ഇതിന് റേറ്റ് വരുന്നത്? ഇതിന് 25 അല്ലേ. നല്ല കണ്ടീഷൻ ലെൻസ് ആണ്. ഈ കാണുന്ന ലെൻസോ? ഇത് പിന്നെ 250
55 250 അതായത് ഉപയോഗിക്കുന്ന ക്രോപ്പിന് ഉപയോഗിക്കുന്ന സൂം ലെൻസ്. എന്താ റേറ്റ് വരുന്നത്? അതൊക്കെ ഒരു 5500 ആ റേഞ്ച് ആ റേഞ്ചിൽ വരും. ഓക്കെ. അടുത്ത മോഡൽ ഏതാ? പിന്നെ നമ്മൾ കനോണിന്റെ ക്രോപ്പ് സെൻസർ ഉണ്ടല്ലോ, അതിന്റെ കിഡ് ലെൻസുകൾ 2 ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അത് ഒന്ന് പിന്നെ പഴയ മോഡല്, അതായത് IS ലെൻസ്, പിന്നെ അത് 3000 രൂപയാണ് കിഡ് ലെൻസിന്. പിന്നെ അതിന്റെ പുതിയ മോഡലുണ്ട് STM ലെൻസ് പറയുന്നത്, ഈ 200D 200D Mark 2 വരുന്ന അതിന്റെ കിഡ് ലെൻസ്. ഇതൊക്കെ ഒരു 5000 രൂപ. 5000 വരുന്നുണ്ടല്ലേ. പിന്നെ 18-300 mm ക്രോപ്പ് സെൻസറിന് തന്നെ. ഇത് നമുക്ക് ഇതെടുത്താൽ നമുക്ക് ഒറ്റ ലെൻസ് നമുക്ക് സൂമിങ്ങും കിട്ടും, പിന്നെ വൈഡും കിട്ടും. സിഗ്മയാണോ ഇത് സിഗ്മ ആണ്. സിഗ്മ അല്ലേ. 18-300 mm 300. അയ്യോ, അത്രയും നമുക്ക് ഒറ്റ ലെൻസ് കൂടെ എല്ലാം നടക്കും. എല്ലാ പരിപാടിയും ഒറ്റ ലെൻസ് നമുക്ക് കിട്ടും. എത്ര റേറ്റ് വരുന്ന? ഇതൊക്കെ ഒരു 10,000 ആ റേഞ്ചിൽ. 10,000 വരുന്നുണ്ടല്ലേ. ഓക്കെ. പിന്നെ ലെൻസ് ഏതാ? ഈ STM ഇത് ഇത് USM ലെൻസ് 18-135 mm 80D വന്ന ലെൻസ് അല്ലേ? അതിലേക്ക് തന്നെ 80D 90D വന്നല്ലേ? ആ ഒരു കാറ്റഗറി വരുന്ന ക്യാമറക്ക് അവർ കൊടുക്കുന്ന ലെൻസാണ്, കമ്പനി കനോൺ കൊടുക്കണ കനോൺ ലെൻസ്. നല്ല ലെൻസ് ആണല്ലോ. അതെന്താ റേറ്റ് വരുന്നത്? ഇതൊക്കെ ഒരു 13,000 ആ റേഞ്ച് വരും. 13 വരുന്നുണ്ടല്ലേ. ഓക്കെ. ഇത്രയാണ് നമ്മളെ കനോണിൽ വരുന്നത് അല്ലേ? ഓക്കെ. ഇനി നമുക്ക് നിക്കോണിൽ ഏതൊക്കെയാ വരുന്നത്? നിക്കോണിന്റെ മെയിൻ ആയിട്ട് എല്ലാവരും ചോദിച്ചു വരുന്നത് 50 mm ആണ്. 50 mm 1.8 വളരെ കുറവുള്ള ഒരു സാധനം അല്ലേ? വളരെ കുറവാണ്. ഇത് പുതിയന് 16,000 ഉണ്ട്. കനോണിന്റെ 50 mm പോലെയല്ല, കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോ അതുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു 8,000 റേഞ്ചിൽ ബോക്സ് പീസ് സാധനമുണ്ട്. ഇത് കാണുന്നത് ഇത് 24-85 mm കുറച്ച് പഴയ മോഡലാണ്. ഇതൊക്കെ ഒരു 5,000 ആ റേഞ്ച്. ബാക്കിൽ കാണുന്ന സൂം ലെൻസോ? സൂം ലെൻസ് 80-200 ക്രോപ്പിൽ വരുന്നല്ലേ? അല്ല, ഇത് ഫുൾ ഫ്രെയിം ആണ്. ഫുൾ ഫ്രെയിം ആണ് അല്ലേ? ഓക്കെ. എത്ര റേറ്റ് വരുന്നത്? ഇതൊക്കെ ഒരു 15,000 ആ റേഞ്ച്. ഓക്കെ. ഈ കാണുന്നോ? ഇത് 35 ആണ്, 1.4 ആണ് വരുന്നത്. സിഗ്മയുടെ അല്ലേ? സിഗ്മന്റെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള ഒരു ലെൻസ് ആണ്. സിഗ്മന്റെ 1.4 നല്ല ലെൻസ് ആണല്ലോ. എത്ര റേറ്റ് വരുന്നത്? ഇത് 25,000. 25 ഉള്ളൂ അല്ലേ? ഓക്കെ. ഈ സോണിയിൽ കാണുന്ന നോക്കിയാ? സോണിയിൽ വരുന്നത് 28-70 വരുന്നുണ്ട്. 28-70. ഇത് ഒരുപാട് ആളുകൾ ചോദിച്ചാൽ കിഡ് ലെൻസ് ആയിട്ട് കമ്പനി കൊടുക്കുന്ന ലെൻസ് ആണ്. എന്താ റേറ്റ് വരുന്നത്? ഇതൊക്കെ ഒരു 13-14 ആ റേഞ്ചിൽ. ഇതോ? അത് 2 പീസ് ഉണ്ട്, 13-ന്റെ ഉണ്ട് 14-ന്റെ ഉണ്ട്. ഓക്കെ. ഈ സിഗ്മയുടെ ഇതോ? ഈ ലെൻസ് എന്താ സംഭവം? ഇത് സംഗതി സിഗ്മ കമ്പനി ക്യാമറകൾ ഇറക്കിയ വളരെ കുറവാണ്. അപ്പൊ അതിന്റെ കൂടെ ഉള്ള ലെൻസ് ആണ്. അതാണ് സിഗ്മയുടെ ക്യാമറ അല്ലേ? അതെ. ലിമിറ്റഡ് എഡിഷൻ ആണ്, കുറച്ച് പഴയ മോഡലാ. ഇത് വർക്ക് ചെയ്യുന്നതാണോ? വർക്കിംഗ് ആണ് സാധനം. അതിന്റെ കൂടെ ലെൻസ് ആണ്. അതിന്റെ കൂടെ ഉള്ള ഒരു ലെൻസ് ആണ് ഇത്. ഇത് 55-200 സൂം ലെൻസ്. ഇത് കൊടുക്കാനുള്ള സാധനമാണോ? അത് കൊടുക്കാനുള്ള തന്നെയാണ്. ആയിക്കോട്ടെ. വിളിച്ചോടല്ലേ എന്തായാലും. നമുക്കൊരു ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളെ മെയിൻ ആയിട്ട് ക്യാമറ ഇപ്പൊ ഓൾറെഡി ഇതേ ഉള്ളൂ, ഇനി ഓൾറെഡി വരാൻ സാധനം ഇവിടെ എല്ലാ ദിവസവും വരുന്നുണ്ട്, സാധനം സെയിൽ ആവണുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസം സ്റ്റോക്കുകൾ മാറി മാറി വരിക. അപ്പോ ഇന്നില്ലാത്ത മോഡൽ നാളെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വിളിച്ചു നോക്കിയാല് അന്വേഷിച്ചാല് നമുക്ക് കാര്യങ്ങളൊക്കെ അപ്പം പറഞ്ഞു കൊടുക്കാൻ പറ്റും. കറക്റ്റ് ലൊക്കേഷൻ എവിടെയാ വരുന്നത്? ഇത് നമ്മള് കാലിക്കറ്റ് എയർപോർട്ടിന്റെ റൂട്ടിലാണ് വരുന്നത്. ഐക്രപടിന്ന് കണ്ണമ്പട്ടിക്കാവ് പറയും, ആ ഒരു സ്ഥലത്താണ്. ദൂര സ്ഥലത്തുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കൂലേ? ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടല്ലോ അല്ലേ? ഇൻസ്റ്റാഗ്രാം പേജിന് അതിൽ നമ്മള് എല്ലാ ദിവസവും പിന്നെ വീഡിയോ ആയിട്ട് നമ്മൾ ഓരോ മോഡലുകൾ റീൽസ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യലുണ്ട്. എന്താ പേരെന്താ? പേജിന്റെ പേരെന്താ? ക്യാമറ സെയിൽസ് കേരള എന്നിട്ടുള്ള ക്യാമറ സെയിൽസ് കേരള. ഓക്കെ. നിങ്ങളെ നമ്പർ കൂടി ഒന്ന് പറഞ്ഞോളൂ. 9946400480. ഓക്കെ. എന്തായാലും താങ്ക് യു. താങ്ക് യു.